രണ്ടാമത്തെ വിഷയാവതരണം കമ്പോളവൽക്കരിക്കപ്പെടുന്ന ആരോഗ്യം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഡോക്ടർ അബ്ദുൽ ലത്തീഫ് EN സംസാരിക്കുന്നു. കമ്പോളവൽക്കരിക്കപ്പെടുന്ന ആരോഗ്യം അവതരിപ്പിക്കുന്നത് ഡോക്ടർ അബ്ദുൽ ലത്തീഫ് EN. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. قال النبي صلى الله عليه وسلم نعمتان مغبون فيهما كثير من الناس الصحة والفراغ. صدق رسول الله. ആദരണീയരായ സ്റ്റേജിലുള്ള പണ്ഡിത ശിരോമണികളെ, മറ്റു നേതാക്കളെ, സദസ്സിൽ സന്നിഹിതരായ SYSന്റെ കരുത്തുറ്റ പ്രവർത്തകരെ, കാലികമെന്ന വിഷയത്തിൽ എന്നോട് നിങ്ങളുമായി സംവദിക്കാൻ എനിക്ക് തന്ന വിഷയം കമ്പോളവൽക്കരിക്കപ്പെടുന്ന ആരോഗ്യമെന്നത്. ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, എന്തുകൊണ്ടാണ് കമ്പോളവൽക്കരിക്കപ്പെടുന്ന കാർഷിക രംഗമെന്നോ കമ്പോളവൽക്കരിക്കപ്പെടുന്ന വ്യാവസായിക രംഗമെന്നോ ഇത്തരം വിഷയങ്ങളെപ്പറ്റി ഒന്നും സംസാരിക്കാതെ ഈ മഹാസമ്മേളനത്തിൽ ഒരു പ്രമുഖമായ വിഷയമായിട്ട് കമ്പോളവൽക്കരിക്കപ്പെടുന്ന ആരോഗ്യം കടന്നു വന്നത് എന്ന് ഞാൻ ആലോചിക്കുകയായി. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ഈ വിശുദ്ധമായ തിരുവചനം, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗ്. അള്ളാഹു നമുക്ക് നൽകിയ വലിയ രണ്ട് അനുഗ്രഹങ്ങളെപ്പറ്റി അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നത്, ഒന്ന് അസ്വിഹ ആരോഗ്യമാണ്, രണ്ടാമത്തത് ഒഴിവ് സമയമാണ്. അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാകുന്ന ആരോഗ്യം, ഈ ആരോഗ്യം നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് സത്യത്തിൽ ആരോഗ്യത്തിന്റെ വില നാം മനസ്സിലാക്കുന്നത്. ഈ ആരോഗ്യത്തിന് വേണ്ടി പണം ചെലവഴിക്കേണ്ടി വരുമ്പോഴാണ് എത്രമാത്രം വലുതാണ് നമ്മുടെ ആരോഗ്യം എന്ന് നമുക്ക് ബോധ്യം വരുന്നത്. എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളോട്, നിങ്ങളുടെ ഒരു കണ്ണ് നിങ്ങൾ ആരെങ്കിലും എനിക്ക് തരുമോ? ഞാൻ 1 കോടി രൂപ തരാം. തരുമോ? ഏതെങ്കിലും ഒരാൾ 1 കോടി രൂപ തരാം? തരൂല. 2 കോടി, 10 കോടി, 20, 100 കോടി? ഇല്ല. ഇത്രയും ഒരൊറ്റ ചെറിയ കണ്ണിന് ഞാൻ 100 കോടി വില പറഞ്ഞിട്ട് അത് തരാൻ നിങ്ങൾ സന്നദ്ധരല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ഓരോ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും നമ്മൾ വില പറഞ്ഞാൽ എത്ര കോടി രൂപ വിലയുള്ളവരാണ് എന്റെ മുമ്പിലിരിക്കുന്നത്. നിങ്ങൾ അത് തന്നെ ഈ മനുഷ്യ ആരോഗ്യം പറയുന്ന ഈ ഓരോ അവയവങ്ങൾ, ആ അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ എന്തും കൊടുക്കാനും എന്തും അതിനുവേണ്ടി ചെലവഴിക്കാനും, ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുമ്പോൾ ഞാൻ 1 കോടി രൂപയുള്ളവനാണെങ്കിൽ ആ 1 കോടി ചിലവഴിച്ച് എന്റെ കണ്ണിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുമോ എന്ന് ഞാൻ ശ്രമിക്കും. ഇനി അതല്ല, 2 കോടി വേണമെന്ന് പറയുമ്പോൾ ഞാൻ കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പള്ളികളിൽ പിരിവ് നടത്തിയിട്ടോ ഒക്കെ നമ്മൾ ആ രൂപ നമ്മൾ സംഭരിക്കും. എന്തിനു വേണ്ടിയാണ്? ആരോഗ്യമെന്ന് പറയുന്നത് അത്രയും വിലപ്പെട്ടതാണ്. ഇങ്ങനെ ഏറ്റവും വിലപ്പെട്ട ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഒരാവശ്യമാണ് ആരോഗ്യമെന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ഇത് വലിയ നിഅമത്താണ്, വലിയ അനുഗ്രഹമാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചു. ഈ ആരോഗ്യ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ലോകത്ത് ആദ്യമായി കടന്നു വന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ ആദം നബിയാണ് ലോകത്തിലെ ആദ്യത്തെ ഡോക്ടർ, ആദ്യത്തെ നേഴ്സ്. ആദം നബി അലൈഹി സ്വലാമിന്റെ ഭാര്യ നമ്മുടെയൊക്കെ വലിയമ്മ ഹവ്വ റളിയല്ലാഹു അൻഹ. ആ കാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് എല്ലാ സമൂഹവും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം, എല്ലാ സമൂഹത്തിലും ആരോഗ്യത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ലോകത്ത് പ്രാചീന വൈദ്യശാസ്ത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ വൈദ്യശാസ്ത്രമില്ലാത്ത ഒരു സമൂഹവും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. എല്ലാ സമൂഹത്തിലും അവരുടെ സംസ്കാരത്തിന്റെ, അവരുടെ
ആ സാമൂഹ്യ ഘട്ടത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു ആ കാലഘട്ടത്തിൽ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യശാസ്ത്രം. അങ്ങനെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പരിശോധിച്ചാൽ നമുക്ക് പ്രാചീനമായ ഇന്ത്യയിലാവട്ടെ, അതുപോലെ മെസ്സപ്പൊട്ടാമിയയിലാവട്ടെ, അതുപോലെ ഗ്രീക്കിലാവട്ടെ, ചൈനയിലാവട്ടെ, ലോകത്തിന്റെ ഏത് ഭാഗം എടുത്ത് പരിശോധിച്ചാലും അവിടെയൊക്കെ അവരുടേതായ ഒരാരോഗ്യ സമീപനവും ആരോഗ്യശീലങ്ങളും ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ ആ കാലഘട്ടങ്ങളിലൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ അത് ഒരു സേവന മേഖലയായിരുന്നു. രോഗം വന്നു കഴിഞ്ഞാൽ രോഗത്തിന് ചികിത്സിക്കുന്ന ആളും അതുപോലെ മറ്റ് അവരാത്മീയമായി അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്ന ആളുകൾ രണ്ടും ഒന്നായിരുന്നു. അന്ന് വൈദ്യനും വൈദികനും ഒന്നായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പ്രാചീന കാലഘട്ടമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നാം ചികിത്സ തേടിയെത്തുന്നത് ആ കാലഘട്ടത്തിലെ ക്ഷേത്രങ്ങളിലേക്കോ അവിടെയുള്ള ആരാധനാലയങ്ങളിലേക്കോ ആയിരുന്നു. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇതായിരുന്നു സ്ഥിതി. അതേസമയം നമ്മൾ ചരിത്രത്തിൽ ഈ സേവന മേഖല എന്നത് ഒരു തൊഴിലായിട്ട്, ഒരു കച്ചവട മേഖലയായിട്ട് വരുന്നത് നൂറ്റാണ്ടുകൾക്ക് അപ്പുറം എടുത്ത് പരിശോധിച്ചാൽ നാം ചരിത്രത്തിൽ കാണുന്നത് ഒന്ന് BC 1950 മുമ്പ്. ആ കാലഘട്ടത്തിൽ ബാബിലോണിയ ഭരിച്ചിരുന്ന ഹമ്മുറാബി എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹമാണ് ആദ്യമായി കോഡ് ഓഫ് ഹമ്മുറാബി എന്ന് പറയുന്ന ഒരു സംഹിത ഉണ്ടാക്കുകയും അതിൽ വൈദ്യം ഒരു തൊഴിലായിട്ട് അദ്ദേഹം പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത് ആദ്യമായിട്ട് ചരിത്രത്തിൽ അന്നാണ്. പക്ഷെ പിന്നീടുള്ള നൂറ്റാണ്ടുകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ ഏകദേശം ഒരു നൂറ്റാണ്ട്, 1.5 നൂറ്റാണ്ട്, പ്രത്യേകിച്ചും നമ്മുടെ വ്യാവസായിക വിപ്ലവം ലോകത്ത് അരങ്ങേറിയ ശേഷമാണ് ഈ വൈദ്യരംഗം കൂടി വ്യവസായവൽക്കരിക്കപ്പെട്ടിട്ടുള്ളത്. അതുവരെ ഒരു സേവന മേഖലയായി ലോകം മുഴുവനും പരിലസിച്ചിരുന്ന വൈദ്യമേഖല വ്യവസായ വിപ്ലവത്തോടു കൂടിയാണ് എന്തും മനുഷ്യന് പണമുണ്ടാക്കാൻ ഏത് മേഖലയും വ്യവസായവൽക്കരിക്കുക, എന്നിട്ട് പണമൂറ്റുക എന്നൊരു ചിന്താഗതി ലോകത്ത് വന്ന ശേഷം അങ്ങനെയാണ് വൈദ്യമേഖല കൂടി കമ്പോളവൽക്കരിക്കപ്പെടുന്നത്. അക്കാലം വരെയും അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ നാടുകളും ഇന്നും അമേരിക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ, പ്രത്യേകിച്ച് ഇംഗ്ലണ്ട് അതിനൊരു മാതൃകയാണ്. അവിടെയൊക്കെ ഇപ്പോഴും ആരോഗ്യരംഗം എന്ന് പറയുന്നത് അത് പൊതുമേഖലയിലാണ്. പക്ഷേ ഈ കഴിഞ്ഞ കുറഞ്ഞ പതിറ്റാണ്ടുകളായേ ഉള്ളൂ വൈദ്യമേഖല അത് സ്വകാര്യ മേഖലയിലേക്ക് കടന്നു വന്നിട്ട്. ഈ സ്വകാര്യ മേഖലയിലേക്ക് ഇത് കടന്നു വരികയും പൊതുരംഗത്ത് നിന്ന് അസ്തമിക്കുകയും അത് ഒരു സേവന മേഖല എന്നതിന് പകരം ഇത് പണമുണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയായി മാറുകയും ചെയ്തപ്പോ വൈദ്യ മേഖല മനുഷ്യന് അപ്രാപ്യമായ ഒരു മേഖലയായി മാറിക്കഴിഞ്ഞു. ഇന്ന് നമുക്കൊരു രോഗം വന്നാൽ, നമുക്കൊരു ആശുപത്രിയിലേക്ക് ചെന്നാൽ നമുക്ക് വരുന്ന ബില്ലുകൾ, ആ ബില്ലുകളെ പറ്റി നമുക്ക് പേടിയാം. കാരണം അത്രയ്ക്ക് ചികിത്സാ ചിലവ് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നമുക്ക് വരാനുള്ള ഒരുപാട് കാരണങ്ങൾ. ഒന്ന്, ഈ സ്വകാര്യ മേഖലയിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലോ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിലോ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം, അവിടെ ഇരിക്കുന്ന ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ആ രോഗി എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൽ നിന്ന് പണം ലഭിക്കുക എന്നൊരു ലക്ഷ്യം അവിടെയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല ചികിത്സ കൊടുക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ മുന്നിലുള്ളൂ. പക്ഷെ ഇന്ന് നമ്മുടെ പഞ്ചനക്ഷത്ര ആശുപത്രികളൊക്കെ വന്നപ്പോ ഈ ആശുപത്രികൾ, ഈ ആശുപത്രികളുടെ നിർമ്മാണത്തിനും ആ ആശുപത്രികളിൽ സ്ഥാപിക്കുന്ന ആധുനിക മെഷീനറീസിലും വലിയൊരു എമൗണ്ട്, കോടിക്കണക്കിന് രൂപ മുടക്കേണ്ടി വരും. ഇങ്ങനെ കോടിക്കണക്കിന് രൂപ മുടക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും ആശുപത്രി മുതലാളിമാർ അവർക്ക് ഈ പണം തിരിച്ചു പിടിക്കണമെങ്കിൽ ഇത് നമ്മിൽ നിന്ന്, രോഗികളിൽ നിന്ന് പിഴിഞ്ഞെടുക്കണം, അല്ലാതെ പൈസ കിട്ടില്ല. ഇങ്ങനെ രോഗികളിൽ നിന്ന് ഈ പണം തിരിച്ചു പിടിക്കുമ്പോൾ അത് വലിയ വലിയ കോടിക്കണക്കിന് രൂപ വില വരുന്ന മെഷീനുകളും വലിയ വലിയ പഞ്ചനക്ഷത്ര ആശുപത്രികൾ ഉണ്ടാക്കാൻ ചെലവഴിച്ച കോടികളും തിരിച്ചു പിടിക്കണമെങ്കിൽ ഇതിനെന്ത് വേണം? നമ്മളാകുന്ന, നിങ്ങളാകുന്ന രോഗികളിൽ നിന്ന് പണം ഈടാക്കണം. ഇങ്ങനെ ലോകതലത്തിലെടുത്ത് പരിശോധിച്ചാൽ ഈ പണം ഈടാക്കുന്നതിന്റെ എമൗണ്ട് ഇന്ന് വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ചിലപ്പോ നമ്മുടെയൊക്കെ നമുക്ക് താങ്ങാൻ പറ്റുന്ന പരിധിക്കപ്പുറമാണ്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് മെഡിക്കൽ കോളേജുകളിലൊക്കെ. വളരെ ശ്രദ്ധിക്കുക, പത്രവിതരണം നിർത്തിവെക്കണം, ഒന്ന് മാറി നിൽക്കണം എല്ലാവരും. ഇവിടെ സദസ്സിൽ നല്ല പഠനാർഹമായ ക്ലാസ്സുകൾ നടക്കാൻ പലരും കിടന്നുറങ്ങുകയാണ്. അപ്പൊ നമ്മൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഉറങ്ങിക്കിടക്കുന്നവരൊക്കെ ഒന്ന് വിളിച്ചുണർത്തി ഒന്ന് എല്ലാവരും എഴുന്നേൽക്കും. ആ പത്രം കൊടുക്കൽ നിർത്തിവെക്കുക. വളണ്ടിയർമാരൊക്കെ ഒന്ന് ഇടവേള സമയത്ത് ളുഹർ നിസ്കാരത്തിന് വേണ്ടി പിരിയുമ്പോൾ നമുക്ക് ആ പത്രവിതരണമൊക്കെ നടത്താം. തൽക്കാലം പത്രങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കുക. വളണ്ടിയർമാർ അത് ശ്രദ്ധിക്കണം. പുറമെ നിൽക്കുന്ന ആളുകളുണ്ട്. ഇവിടെ ക്യാമ്പ് രജിസ്റ്റർ ചെയ്ത ആളുകൾ നിർബന്ധമായും ക്യാമ്പ് ഹാളിൽ തന്നെ കടന്നു വരണം.
പുറത്തിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ വാദി ത്വയ്ബ അതിന് അവസരം കൊടുത്തിട്ടില്ല. വാദി ത്വയ്ബയിൽ പഠിക്കാൻ വേണ്ടി വന്ന ആളുകൾ ഇവിടെ തന്നെ നിൽക്കണം. അല്ല, നടക്കാവുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വീട്ടിൽ പോകാവുന്നതാണ്. ക്യാമ്പിൽ പങ്കെടുക്കേണ്ടവർ ഇവിടെ തന്നെ നിൽക്കണം. വളണ്ടിയർമാർ ഇടപെടേണ്ട ഒരു ആവശ്യം ഉണ്ടാവരുത്. പുറമെ നിൽക്കുന്നവർക്ക് നിർബന്ധമായും ഗ്രൗണ്ടിൽ സമ്മേളന പന്തലിൽ തന്നെ കടന്നു നിൽക്കണം. വളണ്ടിയർമാർക്ക് ഇടപെടേണ്ട ഒരു അവസരം ഉണ്ടാവരുത്. ക്യാമ്പിൽ പങ്കെടുക്കാൻ വന്നവർ ക്യാമ്പിൽ തന്നെ പങ്കെടുക്കുക. അല്ലാത്തവർക്ക് സൗകര്യപ്രദമായി മറ്റ് സ്ഥലം കണ്ടെത്തുന്നല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് പുറത്തുകൂടി നടക്കരുത്. ഇത് ക്യാമ്പിന്റെ വളരെ സെറ്റപ്പിനും സംവിധാനത്തിനും കോട്ടം വരുത്തുന്നുണ്ട്. ഇത് ലോകം മുഴുവനും കാണുന്നതും അതോടൊപ്പം തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിലും ആകും നിങ്ങളുടെ ചില ആളുകളുടെ ഇടപെടൽ. വളരെ കർശനമായും അത് നിയന്ത്രിച്ച മതിയാകൂ. അതുകൊണ്ട് ക്യാമ്പിൽ എല്ലാവരും കടന്നിരിക്കുകയും കിടന്നുറങ്ങാതെ ക്യാമ്പിൽ നിൽക്കുകയും വേണം. ഉറങ്ങാനല്ല നമ്മൾ വന്നത്, പഠിക്കാനാണ്. അതുകൊണ്ട് പഠിക്കുക, വിലയിരുത്തുക, കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുക. അതുകൊണ്ട് പത്രവിതരണം കുറച്ചു നേരത്തേക്ക് നിർത്തിവെക്കണം. എല്ലാവരും ഇരിക്കുക. ക്ലാസ് തുടരുകയാണ്. ഇങ്ങനെ ഈ പണം തിരിച്ചു പിടിക്കണമെങ്കിൽ നിങ്ങളുടെ ഒക്കെ കീശ ഊറ്റിയെങ്കിൽ മാത്രമേ നടക്കൂ. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകതലത്തെടുത്ത് പരിശോധിച്ചാൽ ഇന്ന് വൈദ്യമേഖല, ചികിത്സാരംഗം ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള ഒരു മേഖലയായി മാറിയിരിക്കും. കോളേജുകളിലൊക്കെ, മെഡിക്കൽ കോളേജിൽ ഒരുപാട് രോഗികൾ ആദ്യമായി അവർ അഡ്മിറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സ്വകാര്യ ആശുപത്രിയിലാണ്. അതിനുശേഷം അവിടുത്തെ ബില്ല് താങ്ങാൻ കഴിയാതെ ആളുകൾ മെഡിക്കൽ കോളേജിലേക്ക് വന്നിട്ട് പറയുന്നു, ഡോക്ടറെ, ഞങ്ങൾ ഏകദേശം പണമൊക്കെ കഴിഞ്ഞു, വിൽക്കാൻ പറ്റുന്ന ആഭരണങ്ങളൊക്കെ വിറ്റു, ഇനി ഞങ്ങൾക്ക് അവിടെ താങ്ങാൻ കഴിയില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് ഒന്ന് ചികിത്സിപ്പിക്കണം. ഈ രീതിയിൽ ജനങ്ങൾ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലേക്കും സർക്കാർ ആശുപത്രികളിലേക്കും ഒഴുകി വരുന്നത് ഇത്രക്ക് താങ്ങാൻ കഴിയാത്തൊരു മേഖലയായി ചികിത്സാരംഗം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ്. മാത്രവുമല്ല, ഇന്ന് നമ്മുടെ വൈദ്യ പഠന മേഖല എടുത്ത് പരിശോധിച്ചാൽ ഒരാൾക്ക് ഒരു MBBSന് സീറ്റ് കിട്ടണമെങ്കിൽ ഇന്ന് 50-60 ലക്ഷം രൂപ കൊടുക്കണം. 50-60 ലക്ഷം രൂപ ക്യാപിറ്റേഷൻ ഫീ കൊടുത്തിട്ട് ഒരു കുട്ടി പഠിക്കുമ്പോൾ ഈ കുട്ടി നമ്മൾ ആരാണെങ്കിലും പൈസ ചെലവാക്കുന്നത്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്ന് എന്തിനു പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ ആരും പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ പണം കിട്ടുന്ന കോഴ്സിന് ചേരണം, ഏറ്റവും കൂടുതൽ ധനം കിട്ടുന്ന, ഏറ്റവും കൂടുതൽ അപ്പക്കഷ്ണങ്ങൾ വാരി കൂട്ടാൻ പറ്റുന്ന ഒരു മേഖലയിൽ പഠിക്കണം, എനിക്ക് കൂടുതൽ പണം വേണം. അപ്പം പഠിക്കാൻ ഇത്രയും 50-60 ലക്ഷം രൂപ ചെലവഴിക്കുന്ന ഒരാൾ ആ പണം തിരിച്ചു കിട്ടണം. ഇത് തിരിച്ചു കിട്ടേണ്ടത് എവിടുന്നാ തിരിച്ചു കിട്ടുക? അത് രോഗികളിൽ നിന്ന് തിരിച്ചു വാങ്ങണം. ഇതിനു വേണ്ടി എല്ലാ മേഖലയും, പഠനരംഗവും കച്ചവടവൽക്കരിക്കപ്പെട്ടു, ആരോഗ്യ മേഖലയും കച്ചവടവൽക്കരിക്കപ്പെട്ടു. ഇങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും ഇന്ന് ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം ഈ മേഖലയിൽ നേരിടുന്നത് സാധാരണക്കാരനായ ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതല്ല ഇന്ന് ചികിത്സാരംഗം എന്നതാണ്. ഇവിടെ മൊത്തത്തിൽ നമ്മുടെ ഈ മേഖല ഒരു വലിയ അപജയത്തിന്റെ വക്കത്തെത്തിയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മരുന്ന് കമ്പനികൾ ഇഷ്ടംപോലെ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കും. ഹാത്തി കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ചിരുന്നു. എന്നിട്ട് അവർ നടത്തിയ പഠനത്തിൽ പറയുന്നത് കേവലം 70ഓളം മരുന്നുകൾ മതി ഒരു പ്രാഥമികമായി ഒരു മനുഷ്യൻ ചികിത്സിക്കാൻ. പക്ഷെ ഇന്ന് മരുന്ന് കമ്പനികൾ പുതിയ പുതിയ മരുന്നുകൾ കൊണ്ടുവരുമ്പം അവർക്ക് തോന്നിയ വിലയിടുന്നു. പേറ്റൻസി വന്ന ശേഷം അവരെന്താണോ വില നിശ്ചയിക്കുന്നത്, ഈ വില കൊടുത്ത് വാങ്ങാൻ നമ്മൾ നിർബന്ധിതരാവുകയാണ്. ലോകതലത്തിലുള്ള മുഴുവൻ കുത്തകയും അവരുടെ കയ്യിലാണ്. ഇങ്ങനെ കുത്തകവൽക്കരിക്കപ്പെട്ട ഈ മരുന്ന് വ്യവസായവും കൂടി വന്നപ്പോ നമുക്ക് താങ്ങാൻ പറ്റാത്ത, പ്രത്യേകിച്ച് ഈ അടുത്ത് സർക്കാർ വളരെ ശക്തമായ ചില ഇടപെടലുകൾ നടത്തിയപ്പോൾ നമ്മുടെ അവശ്യ മരുന്നുകൾക്ക് പലതിനും വില കുറച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ രീതിയിൽ വില കുറക്കാൻ പറ്റുന്ന മരുന്നുകൾക്ക് പോലും ഈ മൾട്ടിനാഷണൽ കമ്പനികൾ വലിയ വലിയ വില ഈടാക്കുകയും എന്നിട്ട് പാവപ്പെട്ടവന്റെ കീശ പിഴുതെടുക്കുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയിലേക്കാണ് ഇന്ന് ലോകതലത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ട് അതിന് പരിഹാരം എന്ന നിലക്ക് ഇന്ന് അമേരിക്കൻ രാജ്യങ്ങളിലും മറ്റുമൊക്കെ ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഈ ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയപ്പോ ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ അത് വാങ്ങുന്ന ആശുപത്രികളുമായി ചില ടൈപ്പുകൾ വരും. എന്നിട്ട് ചെറിയ ചെറിയ രോഗത്തിന് പോലും വലിയ വലിയ ബില്ലുകൾ ഇട്ട് കൊടുക്കുന്ന ഒരു ദുരവസ്ഥയിലേക്ക് പോയി അവസാനം ഈ എമൗണ്ട് കൊടുക്കാൻ കഴിയാതെ പല ഇൻഷുറൻസ് കമ്പനികളും പൂട്ടിപ്പോകുന്ന അവസ്ഥ വന്നു. ഇങ്ങനെ ഏതൊക്കെ മേഖലയിൽ നിന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റുമോ ആ മേഖലകളിലേക്ക് മുഴുവനും ഇന്ന് വൈദ്യമേഖല കടന്നു ചെന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ളതാണ്. ഒരു മനുഷ്യൻ പ്രയാസപ്പെടുന്ന, ദുഃഖിക്കുന്ന, കഷ്ടപ്പെടുന്ന ഒരു അവസരത്തിൽ അവരെന്ത് ചോദിച്ചാലും എങ്ങനെ ചോദിച്ചാലും അവനത് എവിടെ നിന്നെങ്കിലും കടം വാങ്ങിയെങ്കിലും തരും. അതുകൊണ്ട് ചൂഷണം ചെയ്യാനും കച്ചവടവൽക്കരണം നടത്താനും പറ്റുന്ന ഏറ്റവും നല്ല മേഖല വൈദ്യമേഖലയാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഇന്ന് വരുന്ന ആളുകൾ, ഗൾഫിൽ നിന്നൊക്കെ മടങ്ങി വരുന്ന ആളുകൾ അവർ പറയാറ് നമുക്ക് ഒരു ചെറിയ ഹോസ്പിറ്റൽ തുടങ്ങാം, ഏറ്റവും നന്നായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന മേഖല അതാണ്, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാം. ഈ രണ്ട് മേഖലകളിൽ
വിദ്യാഭ്യാസവും വൈദ്യരംഗവും ചികിത്സാരംഗവുമാണ് ഇന്ന് ഏറ്റവും സ്കോപ്പുള്ള കച്ചവട മേഖല എന്ന് പല ആളുകളും കച്ചവടക്കണ്ണവരൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ആ മേഖലയിലൂടെ ഇന്ന് പണം സ്വരൂപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അതുപോലെ തന്നെ ഈ മരുന്ന് കമ്പനികളും അതുപോലെ ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന വലിയ വലിയ യന്ത്രങ്ങളുമൊക്കെ അത് ചെലവാവണമെങ്കിൽ അതിന് ഒന്നുകിൽ ഡോക്ടേഴ്സിനെ പ്രലോഭിപ്പിക്കണം, അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ പ്രകോപിപ്പിക്കണം. അങ്ങനെ പ്രകോപനങ്ങൾ കൊണ്ടും പ്രലോഭനങ്ങൾ വഴി ഡോക്ടേഴ്സിനെ പോലും അവരുടെ സ്വന്തം ആളുകളാക്കി മാറ്റുകയും അതിന്റെ കമ്മീഷനായിട്ടും മറ്റുമൊക്കെ അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാടും ലോകതലത്തിൽ നീങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ഇന്ന് രോഗചികിത്സ എന്ന് പറയുന്നത് വൈദ്യന്മാരും അതുപോലെ ആശുപത്രി മുതലാളിമാരും മരുന്ന് കമ്പനികളും ഒക്കെയുള്ള ഒരു കോക്കസായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥയിലേക്ക് നമ്മുടെ നാട് ലോകം മുഴുവനും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതുപോലെ തന്നെ മറ്റു ചില സംഭവങ്ങൾ കൂടി. ഇപ്പോ ഈ അടുത്ത് നമ്മുടെ ചികിത്സാരംഗം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കാണിച്ചു അതിന് മരുന്നെഴുതി കൊടുത്താൽ അതിന് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല. പക്ഷെ ഇന്ന് നമ്മളൊരു മരുന്നെഴുതി കൊടുത്താൽ അല്ലെങ്കിൽ ഒരു ചികിത്സാ നിർണയം നടത്തി കഴിഞ്ഞാൽ അതിലെവിടെയെങ്കിലും ചെറിയൊരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. ഈ അടുത്ത് അമേരിക്കയിൽ ഒരു കോടതി ഒരു 80 വയസ്സുള്ള ഒരു വലിയ അമ്മൂമ്മ, ആ അമ്മൂമ്മയുടെ തലയിൽ ഒരു മുഴ കണ്ടു. അങ്ങനെ ന്യൂറോ സർജൻ ആ മുഴ ഓപ്പറേറ്റ് ചെയ്ത് കുറച്ചു കാലം കഴിഞ്ഞപ്പോ ആ 80 വയസ്സുകാരി അമ്മൂമ്മക്ക് വയറിന് വേദന വന്നു. അങ്ങനെ വയറിന് വേദന വന്ന് ആ സ്ത്രീയെ ഒരു സർജറി ഡോക്ടറെ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വയറ്റിനകത്തുള്ള ക്യാൻസർ, ആ ക്യാൻസർ വരികയും ആ ക്യാൻസറിൽ നിന്ന് വരുന്ന സെക്കൻഡറീസ് എന്ന് പറയുന്ന ബ്ലഡിലൂടെ പകർന്നിട്ട് തലച്ചോറിലേക്ക് വന്നതായിരുന്നു നേരത്തെ തലച്ചോറിനെ ബാധിച്ചിരുന്ന അസുഖം. അതാണ് ആദ്യം ന്യൂറോ സർജൻ ഓപ്പറേറ്റ് ചെയ്തത്. അപ്പൊ ഇദ്ദേഹം അത് കണ്ടുപിടിച്ചില്ല. ന്യൂറോ സർജൻ ഈ തല ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് വയറിലുള്ള മുഴ ക്യാൻസർ ആയിരുന്നുവെന്നും ആ ക്യാൻസർ കൊണ്ടാണ് ഈ മുഴ തലയിലേക്ക് വന്നതെന്നും കണ്ടുപിടിച്ചില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് കൊടുത്തു. ഇങ്ങനെ കേസ് കൊടുത്തപ്പോ കോടതി വലിയൊരു സംഖ്യ നഷ്ടപരിഹാരമായി വിധിച്ചു. അങ്ങനെ അദ്ദേഹം അക്കാലം വരെ സമ്പാദിച്ചതും അതുപോലെ തന്റെ കിടപ്പിടം പോലും വിറ്റുകൊണ്ട് അത് പരിഹാരം ചെയ്യേണ്ടി വന്നു. ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഇന്ന് ഏത് ചെറിയ ചെറിയ രോഗത്തിനും നമുക്ക് വലിയ വലിയ പരിശോധന ചെയ്യേണ്ട അവസ്ഥ വരുന്നു. ഇന്ത്യയിലും ഇന്ന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന് കീഴിൽ വന്നപ്പോ ഇവിടെയുള്ള ഒരു ചെറിയ തലവേദന വരുമ്പോൾ സ്കാൻ ചെയ്യണമെന്ന് പറയേണ്ട ദുരവസ്ഥയിലേക്ക് ഡോക്ടേഴ്സും വരുന്നു. കാരണം വല്ല കാരണവശാലും സ്കാൻ ചെയ്യാതെ ഒരു മരുന്ന് എഴുതി കൊടുത്തു വിട്ട് ആ തലവേദന മറ്റേ ക്യാൻസറോ മറ്റോ ആയിരുന്നു എന്ന് പിന്നീട് കണ്ടെത്തി കഴിഞ്ഞാൽ ഇവർക്ക് വേണമെങ്കിൽ കോടതിയിൽ പോവാം. കോടതി അതിന് വലിയ ഒരു കോമ്പൻസേഷൻ വിധിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് സ്വയം ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ വലിയ പരിശോധനകളും വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള പരിശോധന എഴുതുന്ന ഒരു ഘട്ടത്തിലേക്ക് ഡോക്ടേഴ്സും തിരിച്ചു. അതേസമയം ഒരു വർഷങ്ങൾക്ക് ഒരു 10-15 കൊല്ലങ്ങൾക്ക് മുമ്പ് മെഡിക്കൽ കോളേജിലൊക്കെ വന്നാൽ അവിടെ ഞങ്ങൾ രോഗികളെ പരിശോധിച്ചിട്ട് നമ്മുടെ സ്റ്റെതസ്കോപ്പും അല്ലെങ്കിൽ നമ്മുടെ കഴിവും വെച്ചുകൊണ്ട് ഏകദേശം 95% രോഗങ്ങളും കണ്ടെത്താൻ സാധിക്കുമായി. അതിനപ്പുറത്തേക്കുള്ള 5-10% മാത്രമേ കാര്യമായ പരിശോധന ആവശ്യമുള്ളതായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് വരുന്ന ഏകദേശം 100% ആളുകളെയും പരിശോധിക്കേണ്ട, പലതിലും നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് ഇന്ന് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ സാഹചര്യങ്ങൾ, പല രീതിയിലുള്ള സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളാണ് ഇന്ന് നമ്മുടെ ഈ ചികിത്സാ രംഗത്തെ വലിയൊരു കച്ചവട മേഖലയാക്കി മാറ്റാൻ ഉപകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയ്ക്ക് ഇതിനൊരു പരിഹാരം വേണം. ഇവിടെ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അവൻ വൈദ്യമറിയാത്തൊരു ഡോക്ടർ, അവൻ അതിന് ഉത്തരവാദി തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചത് ഹദീസിൽ കാണാം, മൻ തതബ്ബബ വലം യഅലം മിൻഹു തിബ്ബുൻ ഖബല ദാലിക ഫഹുവ ളാമിൻ. ഏതെങ്കിലും ഒരു ഡോക്ടർ വൈദ്യശാസ്ത്രം ശരിക്കും പഠിക്കാതെ അദ്ദേഹം ചികിത്സിച്ച് മുറിവൈദ്യനായിട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ദോഷം വരുത്തി വെച്ചാൽ അവൻ അതിന് ഉത്തരവാദി തന്നെയാണ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈദ്യ നിപുണനായ ആളുകളെടുത്താണ് നിങ്ങൾ ചികിത്സയ്ക്ക് സമീപിക്കേണ്ടതെന്ന് പോലും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുചര്യയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കൽ ഒരു സഹാബിക്ക് രോഗം വന്നപ്പോ 2 ഡോക്ടേഴ്സിനെ വിളിച്ചു കൊണ്ടുവന്നു. റസൂൽ ചോദിച്ചു, നിങ്ങളിൽ ആരാണ് ഏറ്റവും നൈപുണ്യമുള്ള ആൾ? നിങ്ങളിൽ പ്രഗത്ഭനാരാണ്? ആ പ്രഗത്ഭൻ ചികിത്സിക്കട്ടെ ഇദ്ദേഹത്തെ എന്ന് പറഞ്ഞു. അപ്പോ ഏറ്റവും പ്രാഗൽഭ്യം ചികിത്സാ മേഖലയിൽ ഡോക്ടർക്ക് വേണം. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവും. അതേസമയം നാം ഈ പ്രാഗൽഭ്യം വേണമെന്നതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു മറുവശം കൂടിയുള്ളത്, ഈ അമിതമായ ഉത്തരവാദിത്ത ഭാരം വരുമ്പോൾ അനാവശ്യമായ പരിശോധനകളിലേക്ക് നീങ്ങാൻ ഡോക്ടേഴ്സ് നിർബന്ധിതരാവുകയാണ്. ഇത്തരം മേഖലകളൊക്കെ നിലനിൽക്കുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ചികിത്സാ മേഖലയുടെ ഈ കച്ചവട രംഗം ആരംഭിക്കുന്നതും അത് അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നതും ഈ ഒരു അവസരത്തിൽ. ഇവിടെ എന്താണ് നമുക്കിതിന് പരിഹാരം? ഇവിടെയുള്ള പരിഹാരം നമുക്ക് ഒരു നിയമവൽക്കരണമാണ്. ഇപ്പൊ നമ്മുടെ ഹോട്ടലുകളിലൊക്കെ കയറിയാൽ അവിടെ നമുക്ക് ഒരു
ബിരിയാണിക്കോ അല്ലെങ്കിൽ ചായക്കോ ഒക്കെ ഒരു റേറ്റ് ഉണ്ട്. പക്ഷേ നാം ചെയ്യുന്ന ഓപ്പറേഷനുകൾക്കോ മറ്റോ ഓരോ ഹോസ്പിറ്റലിലും ഓരോ റേറ്റാണ്. അതും റേറ്റ് ഇടുമ്പോൾ അവിടെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്നതിന് യാതൊരു പരിധികളുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രത്യേകമായ ഒരു കമ്മീഷനൊക്കെ വെച്ച് ഏകദേശം ഒരേ തലത്തിലുള്ള ഓപ്പറേഷൻ റേറ്റ് ഫിക്സ് ചെയ്യിക്കാൻ നിങ്ങളെപ്പോലുള്ള സംഘടനകൾക്ക് മുന്നിൽ ഇറങ്ങിക്കൊണ്ട് അതിന് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഈ ചികിത്സാ രംഗത്തെ അതിൽ ചെലവാകുന്ന പൊതുസമൂഹത്തിന്റെ ഈ കീശ അത് വാരുന്ന ഈ ഒരു സമ്പ്രദായത്തിന് ഒരു അറുതി വരുത്താൻ ഒരു പരിധിവരെ സാധിക്കും. ഇതിനപ്പുറം നമുക്ക് ചെയ്യാനുള്ളത്, പ്രത്യേകിച്ചും SYS പോലുള്ള സംഘടനകൾ സമൂഹത്തിൽ ചെയ്യേണ്ടത്, നിങ്ങൾ എന്തുകൊണ്ട് ഈ ആളുകൾ ആശുപത്രിയിലേക്ക് പോകുന്നു? ഈ ആശുപത്രിയിലേക്ക് പോകുന്ന പോക്ക് തടയാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണ് നമ്മുടെ വിശുദ്ധമായ ദീൻ നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഓർക്കുന്നത്, മുഖൗഖിസ് രാജാവിന് അള്ളാഹുവിന്റെ ഹബീബ് ഒരു വിശുദ്ധമായ ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ടൊരു കത്തെഴുതിയപ്പോ മുഖൗഖിസ് രാജാവ് ആ കത്ത് ആദരപൂർവ്വം അവിടെ വാങ്ങിവെച്ച ശേഷം അദ്ദേഹം ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് കൊടുത്തുവിട്ടു. അതിൽ അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്നു, മറ്റൊരുപാട് ഭൗതികമായ സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ കൂട്ടത്തിൽ ഒരു ഡോക്ടർ കൂടി ഉണ്ടായിരുന്നു. ആ ഡോക്ടറെ എല്ലാ സമ്മാനങ്ങളും അവിടെ വാങ്ങിവെച്ച ശേഷം അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങൾ ഈ ഡോക്ടറെ തിരിച്ചു കൊണ്ടുപോയിക്കോളൂ, ഇത് ഞങ്ങൾക്ക് ആവശ്യമില്ല. മുസ്ലിം സമൂഹത്തിന്, എന്റെ ഉമ്മത്തിന് ഈ ഡോക്ടർ ആവശ്യമില്ല, നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയിക്കോളൂ. കാരണം അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഞങ്ങളെന്ന് പറഞ്ഞാൽ വിശക്കുമ്പോൾ മാത്രം ഭക്ഷിക്കുന്നവരാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ കുറച്ചു മാത്രം ഭക്ഷിക്കുന്ന ഈ മുസ്ലിം ഉമ്മത്തിന് ഇതുപോലൊരു ഡോക്ടറുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ച ഒരു നേതാവിന്റെ അനുയായികളാണ് നമ്മൾ. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മുടെ മുസ്ലിം ഉമ്മത്ത് എന്തുകൊണ്ട് ഇങ്ങനെ ആശുപത്രികളിലേക്ക് നീങ്ങേണ്ട അവസ്ഥ വരുന്നു? ഈ അവസ്ഥക്ക് അറുതി വരുത്തേണ്ടത്, അതിനെതിരെയുള്ള ഒരു ബോധവൽക്കരണം നടത്തേണ്ട ഏറ്റവും വലിയ മുഖ്യമായ ഒരു ലക്ഷ്യം, ഒരു കടമ SYS പോലുള്ള സംഘടനകൾ നമ്മുടെ സമൂഹത്തെ ആശുപത്രികളിൽ എത്തിക്കാത്ത ഒരു ജീവിത ശൈലി നമുക്കുണ്ടാക്കിയെടുക്കണം. ഇത് നമുക്ക് നമ്മുടെ പ്രവർത്തന മേഖലയായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. കാരണം ഏറ്റവും കൂടുതൽ ആരോഗ്യത്തെപ്പറ്റി, ആരോഗ്യ കൺസെപ്റ്റ് ലോകത്തിന് മുമ്പിൽ സമ്മാനിച്ചത് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കുക. നമ്മൾ ആരോഗ്യം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്ക് കുറഞ്ഞ കാര്യങ്ങളെ നമ്മൾ ആരോഗ്യത്തെപ്പറ്റി, ആരോഗ്യപൂർണമായി ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് ആവശ്യമാണ്. അത് ഒന്ന് നമ്മുടെ ജീവിത രീതിയാണ്. നമ്മൾ പ്രഭാതം മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ നമ്മൾ ജീവിക്കുന്ന ജീവിത രീതി, ഈ ജീവിത രീതിയാണ് നമ്മെ രോഗിയാക്കുന്നതും ആരോഗ്യവാനാക്കുന്നതും. അതുപോലെ നമ്മൾ ആർജിക്കുന്ന ചില ദുസ്വഭാവങ്ങൾ, ഇതാണ് നമ്മെ രോഗിയാക്കുന്നതും ആരോഗ്യവാനാക്കുന്നതും. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ എൻവയോൺമെന്റ്, ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൈകളിൽ ഒതുങ്ങി നിൽക്കുന്ന, അവന് സംരക്ഷിക്കാവുന്ന ആരോഗ്യം 90% അവൻ കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. ഈ മേഖലയിലുള്ള നമ്മുടെ വിവരക്കേടും നമ്മുടെ അറിവുകേടും കൊണ്ടാണ് നമ്മിൽ പല ആളുകളും രോഗികളായിട്ട് മാറുന്നത്. ഇവിടെ നമുക്ക് ആരോഗ്യ കേന്ദ്രങ്ങൾ എന്ന പേരിൽ ഒരുപാട് ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്. ഈ ചികിത്സാ കേന്ദ്രങ്ങളിലൊന്നും ആരോഗ്യമല്ല ഉള്ളത്. നിങ്ങളൊക്കെ ആശുപത്രി പോവല് രോഗം ഉണ്ടാവുമ്പോഴാണോ ആരോഗ്യം ഉണ്ടാവുമ്പോഴാണോ? രോഗം ഉണ്ടാവും. പക്ഷെ ആ പോകുന്ന ആശുപത്രിയുടെ മേലെ എഴുതി വെച്ചത് ആരോഗ്യ കേന്ദ്രം എന്നാണ്, അല്ലേ? അപ്പൊ അത് ആരോഗ്യ കേന്ദ്രമാണോ? ശരിക്ക് അല്ല, അത് രോഗകേന്ദ്രമാണ്. രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സുള്ള രോഗകേന്ദ്രങ്ങളാണ്. അപ്പൊ എവിടെയാ പിന്നെ ആരോഗ്യ കേന്ദ്രം? ഈ ആരോഗ്യ കേന്ദ്രമാണ് നമ്മുടെ വീടുകളും നമ്മുടെ പള്ളികളും നമ്മുടെ പള്ളിക്കൂടങ്ങളും ഒക്കെ ആവണം ആരോഗ്യ കേന്ദ്രങ്ങൾ. അവിടെ വെച്ച് നമ്മൾ പഠിക്കണം എങ്ങനെയാണ് ആരോഗ്യമുള്ള ഒരു തലമുറയായി ഈ സമൂഹം വളർന്നു വരേണ്ടത്. അതിനുള്ളൊരു സംവിധാനമാണ് SYS പോലുള്ള സംഘടനകൾ സമൂഹത്തോടിക്കാനുള്ള ഒരു ഹെൽത്ത് സ്കൂൾ സിസ്റ്റം. നമ്മൾ പലതും പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഫിഖ് പഠിപ്പിക്കുന്നുണ്ട്, അഖീദ പഠിപ്പിക്കുന്നുണ്ട്, തസവൂഫ് പഠിപ്പിക്കുന്നുണ്ട്, ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്കൊരു തിബ്ബിനെ പറ്റി ഒരു പഠനം നമ്മുടെ സമൂഹത്തിന് കൊടുത്തുകൂടാ? ആരോഗ്യ സംരക്ഷണത്തെ പറ്റിയുള്ള ഒരു പഠനം എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് കൊടുത്തുകൂടാ? അതുകൊണ്ട് അതിലുകൂടി നമുക്കൊരു വേദി എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ? അതുകൊണ്ട് ഓരോ ബ്രാഞ്ചിൽപ്പെട്ട, ഓരോ ഡിവിഷനിൽപ്പെട്ട ആളുകൾക്ക്, അതുപോലെ നിങ്ങളുടെ നാട്ടിൻപുറത്ത് മഹലിലുള്ള ആളുകൾക്ക്, എന്തുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ ഉമ്മമാർക്ക്, നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ കാരണവന്മാർക്ക് എന്തുകൊണ്ട് എങ്ങനെയാണ് മക്കളെ ആരോഗ്യത്തോടെ ജീവിക്കേണ്ടത് എന്ന് നമുക്ക് പഠിപ്പിച്ചു കൊടുത്തുകൂടാ? ഇതിനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് പോകണം. എങ്കിൽ ആ ഒരു ശ്രമം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുവെങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച വിശുദ്ധമായ ദീൻ എന്ന വലിയ ആരോഗ്യ സംഹിതയെ ജനങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഏറ്റവും മുഖ്യമായത് നമ്മുടെ ജീവിത ശൈലിയാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെയുള്ള മുഴുവൻ കർമ്മങ്ങളും അതൊന്നുകിൽ ആരോഗ്യപൂർണ്ണമാക്കാം, അല്ലെങ്കിൽ നമുക്ക് രോഗഹേതുവാക്കി മാറ്റാം. രാവിലെ എഴുന്നേറ്റ പല്ല് തേക്കുന്നവരുണ്ട്, തേക്കാത്തവരുണ്ട്, ഇല്ലേ? എഴുന്നേറ്റ് ഉടനെ തന്നെ പല്ല് തേക്കാതെ കട്ടൻ ചായ കുടിക്കുന്ന ആളുകൾ ചിലപ്പോൾ സദസ്സിലുണ്ടാവും, ഉണ്ടാവില്ലേ? ഉണ്ടാവും.
അപ്പൊ ഇവിടെയാണ് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ദന്തശുദ്ധീകരണത്തിന്റെ പ്രാധാന്യം. ലോകത്ത് ഒരൊറ്റ മതമോ ദർശനമോ പഠിപ്പിക്കാത്ത ഏറ്റവും ഉത്തമമായ നമ്മുടെ വായയുടെയും പല്ലിന്റെയും ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ പല്ല് തേക്കണമെന്ന് പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ ഹബീബ് മാത്രമാണ്. ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാഖ് ഇൻദ കുല്ലി വുളൂ ഔ ഇൻദ കുല്ലി സ്വലാ. എന്റെ സമുദായമേ, ഞാൻ ഭയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എല്ലാ വുദൂവിന്റെ കൂടെയും എല്ലാ നിസ്കാരത്തിന്റെ കൂടെയും നിർബന്ധമായി നിങ്ങൾ ദന്ത ശുദ്ധീകരണം നടത്തണമേ എന്ന് ഞാൻ പറയുമായിരുന്നു എന്ന് പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ ഹബീബാണ്. ആലോചിക്കും. അപ്പോ നാം ഉറങ്ങി എഴുന്നേറ്റ ഉടനെ പല്ല് തേക്കണം, സുന്നത്താണ്. അപ്പൊ ഇങ്ങനെ ഏതൊക്കെ സമയത്ത് പല്ല് തേക്കണം എന്ന് വളരെ വ്യവസ്ഥാപിതമായിട്ട് പഠിപ്പിച്ച ഒരേ ഒരു മതം ലോകത്തുണ്ടെങ്കിൽ, ഒരേ ഒരു ദർശനം ലോകത്തുണ്ടെങ്കിൽ, ഒരേ ഒരു സമഗ്രമായ ജീവിത പദ്ധതി ലോകത്തുണ്ടെങ്കിൽ അത് വിശുദ്ധമായ ദീൻ മാത്രമാണ്. ഈ ദീൻ നമ്മൾ യഥാവിധി ഉൾക്കൊള്ളുകയും ആ ദീനിന്റെ ആരോഗ്യ ദർശനം ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ആശുപത്രികളിലേക്ക് ഇങ്ങനെ ഒഴുകിപ്പോകേണ്ടി വരുന്നത്. അതുപോലെ നിങ്ങൾ നോക്കൂ, നമ്മുടെ ഭക്ഷണ സങ്കല്പം. ഭക്ഷണത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖൗഖിസ് രാജാവിന്റെ ഡോക്ടറെ തിരിച്ചുവിട്ടത് ഈ ഒരു സങ്കല്പം പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ഒരു വിഭാഗം മുസ്ലിം സമൂഹമാണ്. ഏറ്റവും കൂടുതൽ ബിരിയാണി ചെമ്പ് വിറ്റഴിക്കപ്പെടുന്നത് മലപ്പുറം ജില്ലയിലാണെന്ന്. കാരണം മുസ്ലിം സമൂഹം തിങ്ങിപ്പാർക്കുന്ന മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ബിരിയാണി വെച്ച് ജനങ്ങൾ ഭക്ഷിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇന്ന് കണ്ടുവരുന്ന മിക്ക രോഗങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം അമിതമായ ഭക്ഷണമാണ്. ഹൈപ്പർ ടെൻഷൻ, പ്രഷർ എന്ന് പറയുന്നത്, പ്രമേഹം എന്ന് പറയുന്നത്, ഹാർട്ട് അറ്റാക്ക്, അതുപോലെ സന്ധികളുടെ തേയ്മാനം, അതുപോലെ നമുക്ക് വരുന്ന ഒട്ടനവധി തലച്ചോറിനൊക്കെ പെട്ടെന്നുണ്ടാകുന്ന പക്ഷാഘാതങ്ങൾ, ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭക്ഷണത്തിന്റെ ആധിക്യം കൊണ്ട് കൊളസ്ട്രോളും മറ്റ് കൊഴുപ്പുകളും ഒക്കെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നതാണ്. ഇതിനെന്താണ് പ്രതിവിധി? കുറഞ്ഞ ഭക്ഷണം കഴിക്കണം. ഒരു ദിവസം നമ്മൾ ഏകദേശം എത്ര ഭക്ഷണം കഴിക്കേണ്ടി വരും എന്നാണ് അഭിപ്രായം? 1 കിലോ 2 കിലോ? വൈദ്യശാസ്ത്രപരമായിട്ട് ഏകദേശം നമുക്കൊരു 800-900 ഗ്രാം ഭക്ഷണമാണ് ഒരു ദിവസത്തേക്ക് ഒരു യുവാവിന് വേണ്ടത്. അതായത് അതിലൊരു 350ഓളം ഗ്രാം അരി ഭക്ഷണം, ഒരു 50-60 ഗ്രാം ഇറച്ചിയോ അല്ലെങ്കിൽ മീന്, ഒരു 50 ഗ്രാം കൊഴുപ്പ്, പിന്നെ ബാക്കിയുള്ളത് പച്ചക്കറികളും ഫ്രൂട്ട്സും. ഇത്ര ഒരു ദിവസത്തേക്ക് വേണ്ട ഭക്ഷണത്തിന്റെ അളവ് ഇതാണ്. അപ്പൊ ഏകദേശം നമ്മൾ ഒരു നേരം കഴിച്ചാൽ നമുക്കൊരു 300 ഗ്രാം ഭക്ഷണേ, 300-250 ഗ്രാം ഭക്ഷണേ നമുക്കൊരു നേരത്തേക്ക് വേണ്ടു. അതേസമയം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മോട് പറഞ്ഞു എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന്. എന്ന് ഈ അടുത്ത കാലത്ത് ഏകദേശം 1 നൂറ്റാണ്ട് ആയിട്ടുള്ള ഈ സമയത്ത് മാത്രമാണ് നമ്മുടെ വൈദ്യശാസ്ത്രം ഭക്ഷണത്തിന്റെ അളവും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. 1500 കൊല്ലങ്ങൾക്കപ്പുറം അല്ലാഹുവിന്റെ ഹബീബ് വളരെ വ്യക്തമായി പഠിപ്പിച്ചു എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് എത്ര വേണം, എങ്ങനെ കഴിക്കണം എന്നതിനെ പറ്റി വ്യക്തമായൊരു നിർദ്ദേശം ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പുണ്യ റസൂല് പഠിപ്പിച്ചു, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കൈ കഴുകിയാൽ നിങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടാവില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുന്നവന് ദാരിദ്ര്യമുണ്ടാവില്ല. കാരണം ഒന്ന് ആരോഗ്യപരമായ ദാരിദ്ര്യം, രോഗമെന്ന് പറയുന്നത് ആരോഗ്യപരമായ ഒരു ദാരിദ്ര്യമാണ്. രണ്ടാമത് സാമ്പത്തികമായ ദാരിദ്ര്യം. ഒരു വീട്ടിൽ 2-3 മക്കളുണ്ട്, അവർക്കൊക്കെ ഒരു അസുഖം വന്നാൽ ഒരാഴ്ച കിട്ടുന്ന പൈസ ഡോക്ടർ കൊടുക്കാനും അതുപോലെ മരുന്ന് വാങ്ങാനും തികയില്ല. ആരോഗ്യപരമായ ദാരിദ്ര്യം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് സാമ്പത്തികമായ ദാരിദ്ര്യം. വീണ്ടും അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര കഴിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനം നിങ്ങൾ ആലോചിക്കണം. റസൂൽ പഠിപ്പിച്ചു, മാ മലാ ആദമിയുൻ വിഅൻ ശർറ മിൻ ബത്ൻ. ഒരു മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ വെച്ച് ഏറ്റവും ദുഷിച്ച പാത്രം അവന്റെ ആമാശയമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ വെച്ച് ഏറ്റവും ദുഷിച്ച പാത്രം അവന്റെ ആമാശയമാണ്. ഇനി ഒരാൾക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, സുലുസുൻ ലിത്ആം വസുലുസുൻ ലിശ്ശറാബ് വസുലുസുൻ ലിന്നഫസ്. ഒരു മനുഷ്യന് ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ ആ ആശയത്തിന്റെ 1/3 ഭാഗം ഭക്ഷണം, 1/3 ഭാഗം വെള്ളം, 1/3 ഭാഗം കാലിയായി ഉപേക്ഷിച്ചിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ 300 ഗ്രാം ഭക്ഷണം കഴിച്ചാൽ ഇത്രയൊക്കെയല്ലേ വരുള്ളൂ, അല്ലേ? ഞാൻ മുമ്പൊരിക്കലും ഇങ്ങനെ ആമാശയത്തിന് 1/3 ഭാഗം ഭക്ഷണം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഡോക്ടർ എന്റെ ആമാശയത്തിന് 1/1 പറഞ്ഞാൽ ഏകദേശം 2 കിലോ കൊള്ളുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെയൊക്കെ പലരുടെയും ആമാശയത്തിന്റെ സ്ഥിതി ഇങ്ങനെയാണ്. ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് നമ്മൾ രോഗികളായിട്ട് മാറുന്നത്. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഭക്ഷണ രീതി ഇത് തന്നെയാണ് ഇന്ന് സയൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ നോക്ക്, ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 3 വിരൽ കൊണ്ട് ആ ഭക്ഷണം കഴിച്ചിരുന്നത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅകുലു ബി 3 അസ്വാബി എന്ന ഹദീസുകളിൽ കാണാം ഈ 3 വിരൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ ചോറ്, നമ്മൾ ഈ 3 വിരലുകൊണ്ട് ചോറ് തിന്നാൽ എത്ര ചോറ് തിന്നാൻ കഴിയും? നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും, അല്ലേ? അതും ഈ ഭാഗം നമ്മുടെ ശരീരത്തിന് ഈ ഭാഗത്ത് ചോറ് ഭക്ഷണങ്ങളാക്കരുതെന്നാണ്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വിയർപ്പ് ഗ്രന്ഥികളുള്ളത് നമ്മുടെ കൈപ്പത്തിയിലാണ്.
വിയർപ്പെന്ന് പറഞ്ഞാൽ അതും ശരീരത്തിൽ ഒരു വിസർജ്യമാണ്. ആ യൂറിയയും അമോണിയയും ഒക്കെ അതിലിട്ട് ഈ ഭാഗത്ത് ഒരിക്കലും ഭക്ഷണമാക്കാൻ പാടില്ല. അങ്ങനെ വിരൽ കൊണ്ട് ഭക്ഷിക്കണം. ഇതാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ മാതൃക. അതും നോക്കൂ, നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന രൂപം പോലും അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് നിലത്ത് സുപ്രവിരിച്ചിട്ടാണ്. നമ്മൾ ശീലിച്ച പോലെ വലിയൊരു ഡൈനിങ് ടേബിളും അതിന്റെ ചുറ്റും ചെയറും ഇട്ടിട്ടുള്ള ഒരു ഭക്ഷണ രീതിയല്ല. ഏറ്റവും പ്രയാസകരമായ രീതിയാണ് വിശുദ്ധമായ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതും 2 കാല് മുട്ടുകുത്തിയിട്ട്, അല്ലെങ്കിൽ ഒരു കാല് നിലത്ത് വെച്ച് മറ്റേ കാല് മുട്ടുകുത്തിയിട്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് സുപ്രയിലിരുന്നത്. അതും നിങ്ങൾ ആലോചിക്കണം, ആ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഹബീബിന് ഒരിക്കലും ഒരു ടേബിളോ ചെയറോ കിട്ടാത്തത് കൊണ്ടല്ല. ആരാണ് അള്ളാഹുവിന്റെ ഹബീബ്? ആ സാമ്രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയാണ്. പേർഷ്യയിൽ നിന്നവരും റോമിൽ നിന്നവരും ആ കാലഘട്ടത്തിൽ ഇഷ്ടംപോലെ കച്ചവടങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ്. അള്ളാഹുവിന്റെ ഹബീബിന് മുഖൌക്കിസ് രാജാവിനെ പോലുള്ള ആളുകൾ എത്രയോ വലിയ വലിയ പാരിതോഷികങ്ങൾ കൊടുത്തയക്കുന്ന കാലമാണ്. അതുകൊണ്ട് ഒരു ചെയറോ ടേബിളോ കിട്ടാത്തത് കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് ഇത് കാണിക്കാൻ കാരണം എന്താണ്? വലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഏറ്റവും ഉന്നതമായ മാതൃക ഈ ഹബീബിലുണ്ട് എന്ന് അള്ളാഹു പഠിപ്പിച്ച് മാതൃകയാക്കി പറഞ്ഞ ഹബീബാണ്. ആ ഹബീബ് നിലത്ത് സുപ്രവിരിച്ചുകൊണ്ട് അതിൽ കാൽ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ച് കാണിച്ചു തന്ന മാതൃക എന്താ? അങ്ങനെ ഒരു പാൻസ് ഇട്ട ഒരാൾ ഈ നിലത്ത് സുപ്രയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്നാൽ എത്ര നേരം ഇരിക്കാൻ പറ്റും? അത് കയറി പറ്റുമോ? പറ്റൂല. അത് 3 പേരിലോണ്ട് ഭക്ഷണം കഴിച്ചിട്ട് നമ്മളിപ്പോ ഒന്ന് നടക്കുന്നത്ര ചോറ് വയറ്റിലെത്തണമെങ്കിൽ എത്ര മണിക്കൂർ ഇരിക്കേണ്ടി വരും? പെട്ടെന്നൊന്നും കഴിയില്ല, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു സമീപനമാണ് വിശുദ്ധമായ ദീൻ നമുക്ക് കാഴ്ച വെക്കുന്നത്. അതുപോലെ നിങ്ങൾ എടുത്തു നോക്കും, നമ്മളെ വീട്ടിൽ ഒരു വിരുന്നുകാരൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ സാധാരണ എന്ത് ചെയ്യും? വേഗം പോയിട്ട് ഒരുപാട് ഭക്ഷണം പിന്നെയും ഉണ്ടാക്കും. പക്ഷെ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, തുആമുൽ വാഹിദി യക്ഫിൽ ഇസ്നൈൻ വതുആമുൽ ഇസ്നൈൻ യക്ഫിൽ അർബഅ വതുആമുൽ അർബഅ യക്ഫിൽ സമാനിയ. വീട്ടിൽ ഒരാളുടെ ഭക്ഷണമുണ്ടോ 2 പേർക്കത് മതി എന്ന് മുഹമ്മദ് മുസ്തഫ. 2 പേരുടേതുണ്ടോ 4 പേർക്കത് മതി എന്ന് മുഹമ്മദ് മുസ്തഫ. 4 പേരുടെ ഭക്ഷണമുണ്ടോ 8 പേർക്കത് മതി എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, ഏറ്റവും ചുരുങ്ങിയ അളവിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ സമൂഹത്തെ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. ഇത് തന്നെയാണ് ഇന്ന് ആധുനികമായ ഹെൽത്ത് സയൻസും നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ രീതിയിലുള്ള വിശുദ്ധമായ ദീനിന്റെയും ആരോഗ്യശാസ്ത്രത്തിന്റെയും ഈ തത്വങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തെ നമ്മൾ പഠിപ്പിച്ചാൽ പിന്നെ എന്തിന് ഹോസ്പിറ്റലിൽ പോകണം? അതുകൊണ്ട് ഈ പ്രിവെന്റീവ് ഹെൽത്ത്, നമ്മുടെ ആരോഗ്യത്തിന്റെ 2 മേഖലകൾ, ഒന്ന് പ്രിവെന്റീവ് ഹെൽത്ത് എന്നും മറ്റൊന്ന് ക്യൂറേറ്റീവ് ഹെൽത്ത് എന്ന് പറയും. പ്രിവെന്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് രോഗം വരാതിരിക്കാനുള്ള ജീവിത ശൈലി പഠിപ്പിക്കുക. രണ്ടാമത്തത് ക്യൂറേറ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അവിടെ രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുക. ഈ രോഗം വന്നതിന് ശേഷം ചികിത്സിക്കേണ്ടത്, അതിനെപ്പറ്റി പഠിക്കേണ്ടത് ഡോക്ടേഴ്സാണ്. അതേസമയം രോഗം വരാതിരിക്കാനുള്ള ജീവിത ശൈലികളെ പറ്റി പഠിക്കേണ്ടത് നമ്മളാണ്, നിങ്ങളാണ്. അത് പഠിക്കാനുള്ള അവസരവും നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് കാണുന്ന പ്രഷറും പ്രമേഹവും മറ്റ് ഒട്ടനവധി രോഗങ്ങൾ നമുക്കില്ലാതെയാക്കാൻ സാധിക്കും. അല്പം കൂടുതൽ വിശ്രമവും വ്യായാമവും ഉണ്ടെങ്കിൽ നമുക്കിന്ന് വരുന്ന പ്രമേഹവും പ്രഷറും ഒന്നും ഉണ്ടാവില്ല. മുൻകാലത്തൊക്കെ കേരളീയര് നന്നായിട്ട് അധ്വാനിക്കുമായിരുന്നു. അവര് കൈക്കോട്ടെടുത്ത് കലപ്പയെടുത്ത് അവര് കന്നുപൂട്ടുന്നവരും കൈക്കോട്ടെടുത്തിട്ട് ഭൂമി കളക്കുന്നവരുമായിരുന്നു. പക്ഷെ ഇന്ന് ഈ കാര്യങ്ങൾക്ക് അസ്തമിച്ചു പോയി. ഇന്ന് നമ്മൾ നന്നായി ഭക്ഷണം കഴിക്കും, അതുപോലെ തന്നെ വാഹനങ്ങളിൽ മാത്രം സഞ്ചരിക്കും. വൈറ്റ് കോളർ ജോലി കൂടി വന്നപ്പോ ശരീരം തീരെ ഇളകുന്നില്ല. അപ്പൊ ഇങ്ങനെ ധാരാളം ഭക്ഷണം അകത്ത് ചെല്ലുന്നു, അത് കൊഴുപ്പായിട്ട് കെട്ടിക്കിടക്കുന്നു. എന്നിട്ട് നമുക്ക് പ്രമേഹം വരുന്നു, പ്രഷർ വരുന്നു, ഹാർട്ട് അറ്റാക്ക് വരുന്നു, എല്ലാ രോഗങ്ങളും വരുന്നു. അപ്പോ ഇവിടെ രോഗമുണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് നമ്മുടേതാണ്. എന്തുകൊണ്ട് നമ്മുടെ സംഘടനകൾക്ക് ആരോഗ്യപരമായ ഒരു ജീവിത ശൈലിയുടെ ഒരു ബോധനം നമ്മുടെ സമൂഹത്തിൽ എത്തിച്ചു കൊടുത്തുകൂടാ? ആ രീതിയിലുള്ള ഒരു സമൂഹമായി അള്ളാഹുവിന്റെ ഹബീബ് ഏറ്റവും ഉത്തമമായ ആരോഗ്യമുള്ള സമൂഹമായി ഈ സമൂഹത്തെ വാർത്തെടുത്തെങ്കിൽ ഈ സമൂഹത്തിന്റെ ഒരു പുതിയ പതിപ്പ് സൃഷ്ടിക്കാൻ എന്തുകൊണ്ട് നമ്മുടെയൊക്കെ നേതൃത്വത്തിന് നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തന്നുകൂടാ? എങ്കിൽ നമുക്ക് ഈ കമ്പോളവൽക്കരിക്കപ്പെടുന്ന ഈ മേഖലയിൽ നിന്ന് നമുക്ക് നമ്മുടെ സമ്പത്തെങ്കിലും നമ്മുടെ മക്കളുടെ ആരോഗ്യമെങ്കിലും നമുക്ക് കാത്തുരക്ഷിക്കാൻ കഴിയില്ലേ? ഇങ്ങനെ നിങ്ങൾ നോക്കുക, ഏതേത് മേഖല എടുത്ത് പരിശോധിച്ചാലും ഇവിടെയൊക്കെ വ്യക്തമായ സന്ദേശം, വിശുദ്ധമായ ദീൻ, ഏറ്റവും ആധുനികമായ ഹെൽത്ത് സയൻസിന്റെ ഏറ്റവും ആധുനികമായ തത്വങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത് വിശുദ്ധമായ ദീനാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പരിസര ശുചിത്വത്തിന്റെ കാര്യം, ഇന്ന് നമുക്കുണ്ടാകുന്ന മിക്ക രോഗങ്ങളും വരുന്നത് ഈ അണുബാധ കൊണ്ടാണ്. ഈ അണുബാധയിലൂടെ വരുന്ന രോഗങ്ങൾ തടയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി നമ്മുടെ പരിസര ശുചിത്വമാണ്. പരിസര ശുചിത്വം കാത്തു സൂക്ഷിക്കേണ്ടത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. ഏറ്റവും കൂടുതൽ ശുദ്ധിക്ക് പ്രാധാന്യം നൽകിയ ഒരു മതമുണ്ടെങ്കിൽ അത് വിശുദ്ധമായ ദീൻ മാത്രമാണ്. അതുകൊണ്ട് ഈ ഒരു ജീവിത ശൈലിയിലേക്ക് നീങ്ങാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഈ കച്ചവടവൽക്കരിക്കപ്പെട്ട ആരോഗ്യ മേഖലയിൽ നിന്ന് നമുക്ക് പുറംതിരിഞ്ഞു നിൽക്കാനും അതുപോലെ രോഗമില്ലാത്തൊരു ലോകത്തേക്ക് നീങ്ങാനുമുള്ള ഒരു വേദിയാക്കി ഈ വേദി
അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വിനീതന് വേണ്ടി ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കും.